നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം. അതായത് ലവ് ജിഹാദിന് ഉള്ള കൊട്ടേഷനാണ്. നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം. അതിനകത്ത് അദ്ദേഹം ഒരു റീസൺ പറഞ്ഞിരുന്നു. നീ അരിയുത്തറ പള്ളിയിൽ നിന്നെ അടക്കും, നിന്റെ അപ്പനും അമ്മയും അടക്കും, നിങ്ങൾക്കുണ്ടാകുന്ന പിള്ളേരെയും അവിടെ അടക്കും, എന്റെ മകളെ എവിടെ അടക്കും എന്നൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മകളെ തെമ്മാടിക്കുഴിയിൽ അടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ വീഴിയുള്ള കൈത പൂമണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ്, ആർക്കാണ് രാജാത്തി. അങ്ങനത്തെ റാസാത്തികളായ പെൺപിള്ളേർ ഇവിടെ ഉള്ളത്. അവർ മൂത്രമൊഴിച്ചാൽ കഴിയുന്ന പിള്ളേർ ഇവിടെ ഉള്ളപ്പം ഞങ്ങൾക്ക് എന്തിനാണ് വല്ലവരും പിള്ളേരെ എടുത്തോണ്ട്. അസ്സലാമു അലൈക്കും. പൂഞ്ഞാറിലെ പഴയ MLA ആയ PC ജോർജും അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും വർഗീയപരമായിട്ട് മുസ്ലിങ്ങളെ കടന്നാക്രമിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. പ്രത്യേകിച്ച് അവർ BJPയിലേക്ക് പോയതിനു ശേഷം അത്തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ നമ്മുടെ PC ജോർജ് വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് പരാജയപ്പെട്ടത് എന്നുള്ളതും സത്യമാണ്. ഒരു കാലത്ത് അദ്ദേഹം മതനിരപേക്ഷ കക്ഷികളോടൊപ്പം ചേർന്നായിരുന്നു മത്സരിച്ചത്. ആ കാലത്ത് ജനങ്ങൾ കണ്ടറിഞ്ഞ് അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി എന്നുള്ളതാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ BJPയിലേക്ക് പോയതിനു ശേഷം ഷോൺ ജോർജ് ഇപ്പോൾ അവിടെ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർവതിയും പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിലും നമ്മുടെ ഇസ്ലാമിനെക്കുറിച്ചും അതുപോലെ തന്നെ മുസ്ലിങ്ങളെക്കുറിച്ചും വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മറ്റ് ജാതിയിൽ നിന്ന് പ്രേമിച്ച് ആൾക്കാരെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് PFൻ്റെ ഏത് ഓഫീസ് റെയ്ഡ് ചെയ്ത സമയത്ത് കിട്ടിയ വിവരമാണ് പോലും. അദ്ദേഹം പറയുകയാണ്, ഒരു നമ്പൂരി സമുദായത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് കൊണ്ടുവന്നാൽ ഇസ്ലാമിലെ ആൾക്കാർ മുസ്ലിം കുട്ടികൾക്ക് കൊടുക്കുന്നത് 5 ലക്ഷം രൂപയാണ് പോലും. അതുപോലെ തന്നെ നായർ കുട്ടിയാണ് പ്രേമിച്ച് മതം മാറ്റി കൊണ്ടുവരുന്നത് എങ്കിൽ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനി കുട്ടിയാണ് പ്രേമിച്ച് കൊണ്ടുവരുന്നതെങ്കിൽ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ഈഴവ കുട്ടിയാണ് പ്രേമിച്ച് കൊണ്ടുവരുന്നതെങ്കിൽ കൊടുക്കുന്നത് 3 ലക്ഷമാണ്. അവിടെ അവർ തരംതാഴ്ത്തൽ കാണിക്കുകയാണ്. കാരണം ജാതിപരമായിട്ട് അവർ കുറച്ച് താണജാതിക്കാരാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് 3 ലക്ഷം മതി എന്നാണ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ 2 ലക്ഷം. ഇതൊക്കെ ഷോൺ ജോർജ് പറയുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ ഒരു തെളിവുമില്ലാതെ സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് ഇളിമ്പ്യനായിക്കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അപ്പന് കിട്ടിയതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം പരാജയപ്പെടുന്നുവെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനു മുന്നേ ഈ വൃത്തികെട്ടവൻ നടത്തിയ ആ പരാമർശം നമുക്കൊന്ന് കാണാം. ജിഹാദ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വമായി മതപ്പാറ്റുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി കബളിപ്പിച്ച് പ്രേമിക്കുക, അല്ലെ പ്രണയം നടിക്കുക. അതിനുവേണ്ടി ഇപ്പോൾ PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം. അതായത് ലവ് ജിഹാദിന് ഉള്ള കൊട്ടേഷനാണ്. നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം. ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്ന് പറയുകയാണ്. കാരണം എത്ര കിട്ടിയാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും പഠിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇത് എന്നുള്ളതാണ്. ഞാൻ ഇദ്ദേഹത്തിനോട് പച്ചക്ക് ചോദിക്കുകയാണ്. ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനി കമ്മ്യൂണിറ്റിയിൽ ജനിച്ച വ്യക്തിയാണ്, ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം കല്യാണം കഴിച്ച പാർവതി എന്ന് പറയുന്ന ജഗദീഷ് ചേട്ടൻ്റെ മകൾ ഹിന്ദു സമുദായത്തിൽ ജനിച്ച് അതേ ആചാരത്തിൽ വളർന്നു വലുതായി ആ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് മതം മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ആ വീട്ടിൽ അദ്ദേഹത്തെ താമസിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എത്ര രൂപ മതം മാറ്റിയതിന് കൊണ്ട് കിട്ടിയെന്ന് അദ്ദേഹം ആദ്യം വ്യക്തമാക്കണം. അതുപോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാരും പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മതം മാറ്റം ഉണ്ടാവാതിരിക്കാം. അത് അവരുടെ താല്പര്യമാണ്. നിങ്ങൾക്കിത് പറ്റും, പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇത് പറ്റില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് എന്ന് തീർച്ചയായിട്ടും വ്യക്തമാക്കേണ്ടത് PC ജോർജിൻ്റെ മകനായ ഈ ഷോൺ ജോർജാണ്. അദ്ദേഹത്തിന് മിക്കവാറും ഒരു 4 ലക്ഷം രൂപ കിട്ടിക്കാണും. കാരണം അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, മതം മാറ്റി കൊണ്ടുവന്നത് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു കുട്ടിയെയാണ്. തീർച്ചയായിട്ടും അത് ഉത്തരം പറയേണ്ടത് അദ്ദേഹമാണ്. അതിനൊക്കെ അവർക്ക് പ്രത്യേകിച്ച് ന്യായമുണ്ട്. പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം മതം മാറ്റിയിട്ടില്ല എങ്കിൽ ആ കുട്ടിയെ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വെക്കുക? തമ്മാടിക്കുയിലാണ്, പള്ളിയിലേക്ക് കയറ്റില്ല. അത് തന്നെയാണ് സത്യാവസ്ഥ. അത് തെളിയിക്കുന്ന ഒരു കാര്യം ഈ ഇന്റർവ്യൂവിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹവും അതുപോലെ തന്നെ പാർവതിയും പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ജോർജ് മതം മാറ്റിയാണോ പാർവതിയെ കല്യാണം കഴിച്ചത്? ഞാൻ പറയട്ടെ, മതം മാറുക എന്നുള്ളൊരു അജണ്ട അവിടെ വന്നിട്ടേ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ സ്നേഹിച്ചു എന്നുള്ളതല്ല, മതം മാറണം എന്ന് നിർബന്ധം പറഞ്ഞത് എൻ്റെ ഫാദറാണ്. അതെ, ഇദ്ദേഹം എൻ്റെ പപ്പയടുത്ത് വന്ന് സംസാരിക്കുമ്പോഴും ഇവിടുത്തെ പപ്പ എൻ്റെ പപ്പയടുത്ത് വന്ന് എനിക്ക് കൊച്ചിനെ ഇങ്ങ് തന്നേച്ചാൽ മാത്രം മതി, എനിക്ക് നമ്മുടെ നമുക്ക് വീട്ടിലൊരു പെങ്കൊച്ചില്ല, എനിക്ക് അവളെ വേണം, നമ്മുടെ മകളായി എന്ന് മാത്രമേ പപ്പ അവിടെ നിന്ന് പറഞ്ഞുള്ളൂ.
പക്ഷെ മതം മാറ്റണം എന്നുള്ള ഒരു ഐഡിയ വന്നത് എൻ്റെ പപ്പയ്ക്കാണ്. കാരണം എനിക്കൊന്ന് ഒരുപക്ഷെ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം പപ്പയ്ക്ക് നിർബന്ധമായിരുന്നു എന്തായാലും ഞാൻ കല്യാണം കഴിച്ച ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്കാണ് പോകുന്നത്. ഇവിടെ അതിനകത്ത് അദ്ദേഹം ഒരു റീസൺ പറഞ്ഞിരുന്നു. നീ അരിയുത്തറ പള്ളിയിൽ നിന്നെ അടക്കും, നിന്റെ അപ്പനും അമ്മയും അടക്കും, നിങ്ങൾക്കുണ്ടാകുന്ന പിള്ളേരെയും അവിടെ അടക്കും, എന്റെ മകളെ എവിടെ അടക്കും എന്നൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മകളെ തെമ്മാടിക്കുഴിയിൽ അടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കമ്മ്യൂണിറ്റി മാറ്റി നിർത്താൻ പാടില്ല, ഒന്നിലും അവൾക്ക് എന്നോടുള്ള ഒരു സ്നേഹമായിരിക്കും. അതിനകത്തൊരു അദ്ദേഹം പറഞ്ഞൊരു പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിന്റെ ഭാഗമായി, പ്രത്യേകിച്ചും പാലാ പോലെ ഒരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പാലാ രൂപത്തിൽപ്പെടുന്ന ഒരു പ്രദേശത്തൊക്കെ വരുമ്പോൾ അവൾ ഒറ്റപ്പെടുമോ? അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയാണ്, ജഗതി ചേട്ടൻ പോലും ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്, നിന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പള്ളിയിലാണ് വെക്കുക, അതിലുണ്ടാകുന്ന കുട്ടികൾ മരിച്ചാലും പള്ളിയിലാണ് വെക്കുക, നിന്നെ എവിടെയാണ് വെക്കുക മതം മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തമ്മാടിക്കുയിലാണ് അടക്കം ചെയ്യുക എന്ന് ജഗതി ചേട്ടൻ തന്നെ ഈ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിലും എത്രയോ നല്ലതാണ് തീർച്ചയായിട്ടും നീ മതം മാറിയിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ പോകുന്നത് എന്ന് ജഗതി ചേട്ടൻ അവരുടെ മകൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് മകൾ പറയുന്നത്. ആ മകളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല മതം മാറിയത് എന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഈ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം കൊണ്ടാണ് ആ പെൺകുട്ടി തീർച്ചയായിട്ടും ആ മതമാറ്റത്തിന് സമ്മതിച്ചത്. കാരണം അവർക്ക് ജീവിതമാണ് വലുത്. അതുപോലെ തന്നെയാണ് ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും തീർച്ചയായിട്ടും അവരുടെ സാഹചര്യം കൊണ്ടോ, ചിലപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയോ, ചിലപ്പോൾ അവരുടെ സ്നേഹത്തിന് വേണ്ടിയോ, ചിലപ്പോൾ അവർ മതം മാറിയിട്ടുണ്ടാവാം. അതെല്ലാം സ്വാഭാവിക നടപടിയാണ്. അവരുടെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ മതം മാറിയിട്ട് മറ്റു മതത്തിലേക്ക് പോകുന്നതും കല്യാണം കഴിക്കുന്നതും. ഇത് ഷോൺ ജോർജിന് മാത്രം അനുവദിച്ചു തരുന്നതല്ല. ഇന്ത്യയിൽ എവിടെയായാലും ഏതൊരു ജാതിയിൽപ്പെട്ട പെൺകുട്ടിയായാലും അതുപോലെ തന്നെ ആൺകുട്ടിയായാലും അവർക്ക് സ്നേഹിച്ച് കല്യാണം കഴിക്കാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കാനും ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തരുന്ന ആ നിയമ സംവിധാനം നമുക്കുണ്ട്. അത് അനുവദിച്ച് തന്നെയാണ് നിങ്ങൾ മാറിയതും അതുപോലെ തന്നെ നാളെ മറ്റാൾക്കാർ മാറാൻ വേണ്ടി പോകുന്നതും. ഇതെല്ലാം കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ മോശമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവനും ഇവൻ്റെ അച്ഛനും കൂടിയിട്ട് സംഘപരിവാർ ശക്തികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ടിട്ട് കുറച്ച് കാലമായി കേരളത്തിലുടനീളം ഇങ്ങനെ വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ഈ തെരഞ്ഞെടുപ്പിൽ ഈ കാണുന്ന, പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ആരായാലും തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് വളരെ ശക്തമായ, വളരെ രസികമായ രീതിയിൽ നമുക്ക് പറയുന്നതിനേക്കാൾ വളരെ നന്നായിട്ട് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ്, തീർച്ചയായിട്ടും അൻസാർ സുഹരി ഉസ്താദ് മാത്രമേ ഉള്ളൂ നമ്മുടെ സമുദായത്തിൽ. ഇത്തരത്തിൽപ്പെട്ട ഈ പരാമർശങ്ങൾക്കൊന്നും നമ്മുടെ നേതാക്കന്മാർ ആരും തന്നെ, പ്രത്യേകിച്ച് മതപണ്ഡിതന്മാർ ആരും തന്നെ ഒരു മറുപടിയും കൊടുക്കാറില്ല. പക്ഷേ അൻസാർ സുഹരി ഉസ്താദ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു പണ്ഡിതനായ ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ വളരെ രസകരമായ രീതിയിൽ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതുകൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഷോൺ ജോർജ് വെളിപ്പെടുത്തിയ ഒരു വിവരമാണിത്. ഷോൺ ജോർജ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ചേർന്നൊരു അഭിമുഖം നടത്തുന്നതിനിടെ ഷോൺ ജോർജും അദ്ദേഹത്തിന്റെ ഭാര്യയും. ചേച്ചി പതിഞ്ഞ സ്വരത്തിൽ പതുക്കെ ചോദിച്ചില്ലേ, ഷോൺ ജോർജ് ജഗതിയുടെ കുട്ടിയെ കെട്ടിയപ്പോൾ എത്ര ലക്ഷം രൂപ കിട്ടിയെന്ന്? ചേടാ അത് ചോദിക്കണ്ടേ? ജഗതിയുടെ മോള് ക്രിസ്ത്യാനി അല്ലായിരുന്നല്ലോ. ജഗതിയുടെ മോളെ വിവാഹം കഴിച്ചത് ഈ മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി കൊണ്ടുവന്നില്ലേ? അപ്പൊ പറയാനുള്ള മറുപടി ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നതാണെന്ന്. അറിയാം, ഞങ്ങൾക്ക് അണിയാം. ക്രിസ്ത്യാനി ആയിട്ടില്ലെങ്കിൽ തെമ്മാടിക്കുള്ളിലേക്ക് എടുത്തിടും. ആ പള്ളി നടക്കത്തില്ല. എന്റെ പൊന്നാരമ്മച്ചി, ഇവിടെ ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട് നമുക്ക് വിവാഹം കഴിക്കാൻ. ഇഷ്ടം പോലെ പെൺകുട്ടികൾ. ഞങ്ങളാരും പൊതുസമൂഹത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. ഞങ്ങളുടെ പിള്ളേർക്ക് പെണ്ണിനെ കിട്ടുന്നില്ല, അവർ പ്രസവിക്കുന്നില്ല, അവർക്ക് കുട്ടി ഉണ്ടാകുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരല്ല. ഞങ്ങൾ എല്ലാ കാര്യത്തിലും സമൃദ്ധിയാണ്. ചേച്ചിക്ക് ഒരു കാര്യം അറിയാം, നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ വാ ചൊറിഞ്ഞു വരുന്നു. എൻ്റെ പൊന്നാര ചേച്ചി, ഞങ്ങളുടെ പെൺകുട്ടികൾ 5 നേരം നമസ്കരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ആരും കേൾക്കണം, ഇങ്ങോട്ട് 5 നേരം നമസ്കരിക്കണമെങ്കിൽ അംഗസ്നാനം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഏകദേശ ഭാഗത്ത് വെള്ളം വീഴുന്ന വൃത്തിയും ശുദ്ധിയും മുഖത്ത് ആ വുദുവിൻ്റെ ആ അംഗസ്നാനത്തിൻ്റെ പ്രസന്നതയുള്ള പെൺപിള്ളേർ ഇവിടെ ഉണ്ട്. ഒരു തുള്ളി മൂത്രം ശരീരത്തുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല. എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചാൽ കഴുകുന്ന പെൺപിള്ളേർ ഇവിടെ ഉണ്ടെന്ന്. വേറെ ആരും കഴുകുന്നില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ, അങ്ങനെ വെക്കരുത്. മൂത്രം ഒഴിച്ചാൽ കഴുകുന്ന നല്ല മേത്തച്ചി പെൺപിള്ളേർ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ളവരെ വളക്കുന്നത് ഇവിടെ തന്നെ കല്യാണം കഴിച്ചവർ ചെലവിന് കൊടുക്കാനും മുന്നോട്ട് പോകാൻ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ആരാടാ ഈ വല്ലോടത്ത് നിന്ന് വരുന്ന പെൺപിള്ളേർക്ക് ഈ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ കൊടുക്കാൻ? ഇവിടെ പെൺപിള്ളേരെ കെട്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ സമുദായത്തിലുള്ളവർ തന്നെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് 4 ലക്ഷം അങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ ഉള്ളവർ, ഇവിടെ മുസ്ലിമീങ്ങൾ തന്നെ പെൺകുട്ടികളുള്ളവർ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി പാവങ്ങൾ കിടന്ന് നെട്ടോട്ട് ഓടുമ്പം ഈഴവ പെൺകുട്ടിയെ, പറയ പെൺകുട്ടിയെ, ബ്രാഹ്മണ പെൺകുട്ടിയെ കൊടുത്ത് 4 ലക്ഷം അങ്ങോട്ട് കൊടുക്കുന്നു. ഇവിടെ ഇതിന് മാത്രം പൈസ ഇട്ടിരിക്കുന്നേ. ഇവിടെ നിക്കറ് വാങ്ങാൻ പോലും പൈസ ഇല്ലടേ. ഇവിടെ പള്ളിയുടെ ഓട് മാറാൻ വേണ്ടി ഇവിടെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ജനങ്ങളോട് പൈസ പിരിച്ചിട്ടാണ് ഓട് മാറിയത്.
എവിടുന്നാണ് ഇതിന് മാത്രമൊക്കെ പൈസ ഇരിക്കുന്നത്? പൊന്നാര ചേച്ചി, ഇവിടെ തന്നെ ആവശ്യത്തിന് മുതലുണ്ട്. നല്ല പെൺകുട്ടികൾ, നല്ല വൃത്തിയും മെനയൊക്കെ ഉള്ള, കാണാൻ മുഞ്ചുള്ള ഏറ്റവും പെൺപിള്ളേർ, കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ വീഴിയുള്ള കൈത പൂമണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി, വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ്, ആർക്കാണ് രാജാത്തി? അങ്ങനത്തെ റാസാത്തികളായ പെൺപിള്ളേർ ഇവിടെ ഉള്ളത്. അവർ മൂത്രമൊഴിച്ച കഴിയുന്ന പിള്ളേർ ഇവിടെ ഉള്ളപ്പം ഞങ്ങൾക്ക് എന്തിനാടേ വല്ലവരും പിള്ളേരെ എടുത്തോണ്ട് പോടേ. സെക്യുലർ ആവും മക്കളെ, സ്യൂഡോ സെക്യുലർ ആവാം. തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഷോൺ ജോർജിനും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇനി പാർവതിക്കും സന്തോഷകരമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവരും ഒന്ന് കാണട്ടെ. കാരണം ഇത് തന്നെയാണ്, അവർക്ക് എന്ത് തോന്നിവാസവും ആവാം, പക്ഷേ നാട്ടിലുള്ള മറ്റാർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരു കാര്യവുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ലഭ്യനാവുന്ന 2 മനുഷ്യന്മാരാണ് ഇന്ന് കേരളത്തിൽ. ഒന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനായ PC ജോർജാണ്, രണ്ടാമത്തേത് ഇപ്പോൾ ഷോൺ ജോർജാണ്. തീർച്ചയായിട്ടും ഇവർ രണ്ടാളുടെയും കാര്യം എന്താവുമെന്നത് ഈ തെരഞ്ഞെടുപ്പോടു കൂടി തീർച്ചയായിട്ടും കേരള സമൂഹത്തിൽ നിന്ന് ഇവിടെ മാറ്റപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.